നിനക്കൊരു ധൈര്യമൊക്കെ വരട്ടെ. അപ്പം നമ്മൾ ഒരു യാത്ര പോവാണ്. അടിപൊളി യാത്ര ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സൗദി എൻ്റെ കൂടെ ഒരു ജോലി ചെയ്തിരുന്ന സുഹൃത്താണ്, എന്നെ കാണുന്നില്ല. അപ്പോൾ കലാം ഖാനെ കാണാൻ വേണ്ടി നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കലാം ഖാൻ്റെ വീടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഏകദേശം ഒരു 12 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. കലാം ഖാൻ 8-10 ദിവസത്തിന് വന്നതാണ് നാട്ടിലേക്ക് ലീവിന്. ഈ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴെങ്കിലും വീട് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് മിസ് ചെയ്യാൻ പറ്റും. നമ്മൾ കടുങ്ങാത്തു നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. ഇനിയിപ്പോൾ നമുക്ക് തൃശ്ശൂർ വാരാന്തരപ്പള്ളി എത്തണം. വാരാന്തരപ്പള്ളി പൗണ്ട് വരെ നമുക്ക് എത്തണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണുന്ന യാത്രകളിൽ കാണുന്ന രസകരമായ കാഴ്ചകളും രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഞങ്ങളെ കൂടെ യാത്ര ചെയ്യുന്നത് ക്യാമറ തിരിച്ചു പിടിച്ചോളൂ. നമ്മുടെ പിള്ളേരെ കാണിച്ചു കൊടുത്തോളൂ. ഐസി ഒരു ഹായ് പറയും എല്ലാവർക്കും. രിസു ഒരു ഹായ് പറയും എല്ലാവർക്കും. ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? എവർക്ക് കഴിച്ചാൾക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ലിസു പെട്ടെന്ന് കയറും. ഗൂഗിൾ മാപ്പ് നമ്മളെ ചെറുതായിട്ട് ചതിച്ചു. ഗൂഗിൾ മാപ്പ് കാണിച്ച വഴികളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയില്ല എവിടെയാണെന്നുള്ളതൊന്നും ഐഡിയ ഇല്ല. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം 25 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഭൂപടത്തിൽ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാം. അതാണ് നമ്മൾ ഒരു തൃശ്ശൂരോ പോകുമ്പോൾ നമ്മളെ വീട്ടിൽ മാത്രമല്ല പോകുന്നത്. പക്ഷെ ഇങ്ങനെ ചില വഴികളിലൂടെ പോകുക എന്നുള്ളത് വഴി തെറ്റുമ്പോൾ മാത്രമേ തെറ്റിയാലും കുഴപ്പമില്ല അല്ലേ? വഴി തെറ്റിയാൽ ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജ് അല്ലേ? വഴി തെറ്റിയെന്ന് പറയാൻ പറ്റൂല. ഈ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴിയാണ്. ഇത് എങ്ങോട്ട് പോവാം. ചിലപ്പോൾ ഇത് ഒരു വലിയ മെയിൻ റോഡിലേക്ക് കണക്റ്റ് ആവാനുള്ളതായിരിക്കാം ഈ റോഡ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വഴികളൊന്നും നമ്മുടെ ലൈഫിൽ ഇതുവരെ ഒരിക്കലും കാണുമെന്ന് വിചാരിച്ച വഴികളല്ല. ഓക്കെ, ചെറിയ സിംഗിൾ ലൈൻ റോഡാണ്. അതിൻ്റെ രണ്ട് സൈഡിലും ഇടക്കൊക്കെ വീടുകൾ കാണുന്നുണ്ട്. നിറയെ കൃഷിയിടങ്ങളാണ് മുഴുവൻ. റബ്ബർ തോട്ടം. 17 മിനിറ്റ് മുതൽ ഡെസ്റ്റിനേഷനിലേക്ക് കാണിക്കുന്നുണ്ട് കലാം ഖാൻ്റെ വീട്ടിൽ. ഓക്കെ, പക്ഷെ അത് എങ്ങനെ എത്തിപ്പെടുന്നുള്ള നമുക്കറിയില്ല. പൗണ്ടിലാണ് കലാം ഖാൻ്റെ വീട്. നമ്മുടെ മെയിൻ റോഡിൽ എത്തിട്ടാ വീണ്ടും നമ്മൾ തിരിച്ചെത്തി. നമ്മൾ നേരെ സ്ട്രൈറ്റ് പിടിക്കാണ്. ഇനി 15 മിനിറ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക്. ഓക്കെ, വീണ്ടും നമുക്കൊരു ചെറിയ ടേണിങ് വന്നിട്ടുണ്ട്. ടേണിങ് പോയിന്റ് വന്നിട്ടുണ്ട് നമ്മുടെ വഴിയിൽ. ഇനിയിപ്പോൾ ഇത് എങ്ങോട്ടാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സ്ഥലങ്ങളൊക്കെ പൊളിയാണ്. നമ്മൾ പോകുന്ന വഴികളൊക്കെ സൂപ്പർ സ്ഥലങ്ങളാണ് അല്ലേ? പിന്നെ സൈഡ് കൂടി തോടൊഴുകി പോകുന്നതാണ്. ഈ നേരത്തെ കാണിച്ചുള്ള സ്ഥലത്താണ് നല്ല രസമുള്ള ചെറിയൊരു ഹിൽ സൈഡ് കാണിച്ചതില്ലേ, ആ റൂട്ടിൽ കണ്ടിട്ടുണ്ട്. ഈ റോഡ് സുഖമല്ലേ? ആ സൈഡ് മൊത്തം മലയാണ്. വെള്ളപ്പൊക്കത്തിലൊക്കെ ഇതും വെള്ളടി ഇതിന്
റബ്ബർ ചതുപ്പ്. കൈതത്തോടെ നോക്കിയേ നമ്മളൊരു അന്ധകാര കോളനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ തോട്ടത്തിന്റെ സൈഡിലായിട്ടാണ് റബ്ബർ പാല് പ്രോസസ് ചെയ്യുന്ന ഷെഡുകളാണ്. ഷീറ്റാക്കി മാറ്റുന്നത് ഇതൊക്കെ അതാണ്. കവറിടലാ ഈ റബ്ബർ മരം ഉണ്ടല്ലോ, റബ്ബർ മരത്തിന്റെ സ്കിൻ ഉണ്ടല്ലോ, ആ സാധനം അവിടെ പൊട്ടിച്ചിട്ടാണ് അവിടെ ചെറിയ ഒരു ടേപ്പിംഗ് പോലെ ഒരു സാധനം ഇട്ട് കൊടുക്കും. ടേപ്പ് പോലെ ഒരു ചാലി പോലെ സാധനം ഇട്ട് കൊടുക്കും. ആ സാധനത്തിൻ്റെ അതിൽ കൂടെയാണ് പിന്നെ ഈ റബ്ബറിൻ്റെ ഈ മരത്തിൻ്റെ കറ ഉണ്ടല്ലോ, റബ്ബർ പാല്, ആ സാധനം ഒഴുകി ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു ബൗളിലേക്ക് അത് കളക്ട് ചെയ്യും. പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ അതിലേക്ക് കളക്ട് ചെയ്യും. അത് ആ മരത്തിന് ഹോൾഡ് ചെയ്ത് വെച്ചായിരിക്കും. അപ്പോൾ ആ മിൽക്ക് അവർ കളക്ട് ചെയ്തിട്ട് അവർ ആ ഷെഡ് ആ ഒരു ഷെഡ് കണ്ടില്ലെങ്കിൽ അവിടെയൊക്കെ ആ ഷെഡിൻ്റെ അകത്ത് അതിനുള്ള മെഷീനറി ഒക്കെ ഉണ്ട്. ഷീറ്റ് ആക്കുന്നത് റബ്ബർ പാലിട്ട് ഡ്രൈ ചെയ്തിട്ട് ഷീറ്റ് ആക്കി എന്നിട്ട് അവരത് ആ ഷീറ്റ് കൊണ്ടിട്ട് അതാണ് പരിപാടി. കുട്ടിനെ നിന്റെ മടിക്ക് വെച്ച തല, അവന്റെ തല പോലെ കെയർഫുൾ ആയിട്ട് വെച്ച അക്കാട് മേലെ കയറ്റിയൊക്കെ സീറ്റിന്റെ. നമ്മൾ കലാംഖാനെ കണ്ടു. കലാംഖാനെ കാണുന്ന അത് നമ്മുടെ വീഡിയോ കവർ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് മീറ്റിങ്ങും പിന്നെ പള്ളിയിൽ പോക്കുകൂടിയായിട്ട് നമ്മുടെ കവറേജ് വീഡിയോ നമ്മൾ അതിൽ എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ മൂന്നാറിലേക്കുള്ള വഴിയിലാണ്. നമ്മുടെ ഒരു സർപ്രൈസ് ട്രിപ്പായിരുന്നത്. ഞാൻ ആരോട്ടും നമ്മുടെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ കലാംഖാനിൽ ഇറങ്ങാൻ നേരത്താണ് ഞാൻ ഈ സംഗതി അവതരിപ്പിച്ചത്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നേരെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ ഏകദേശം നമ്മുടെ കാലടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ അടിമാലിയിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തിനവിടെ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ സെറ്റപ്പുള്ള താമസിക്കാനൊക്കെ താമസം അവിടെ അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. പോയി ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഫ്രഷായിട്ട് ഏർലി മോർണിംഗിൽ അവിടുന്ന് മൂന്നാറിലേക്കുള്ള ചുരം കയറും. റോഡുകളൊക്കെ ഓക്കെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. നമ്മുടെ സ്വന്തം ഡെഫിയായിട്ടുള്ള റെയിനെ വിളിച്ച് അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്തത്. റെയ്യ, താങ്ക് യു. മൂന്നാറല്ല, അത് മൂന്നാറിൻ്റെ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു സ്ഥലമുണ്ട് അടിമാലി എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഏകദേശം 1 hour ഉണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് എത്താൻ. 51 minutes ഉണ്ട്. 51. Yeah, it's nearly 1 hour. നോക്കാം, നമ്മൾ മൗണ്ടൻ്റെ ഒക്കെ അകത്തേക്ക് മൗണ്ടൻ്റെ ഒക്കെ അകത്ത് കയറി നമ്മൾ നോക്കാം, കയറി തുടങ്ങി നോക്കാം. ഡാർക്കറായി.
അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് നമ്മളിപ്പോൾ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അല്ലേ? അടിമാലി എവിടെയാണ് നമ്മളുള്ളത്? ഇപ്പോൾ സാഫേർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആൻഡ് ലോഡ്ജിങ് അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ റെസ്റ്റോറൻറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ തൽക്കാലം അവർ നമുക്ക് റൂം സെറ്റ് ഇപ്പോൾ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിനി എന്താ പരിപാടി? നമ്മളിപ്പോൾ പോയിട്ട് ഡിന്നറിന് എന്തെങ്കിലും മേടിച്ചിട്ട് വരും. ഡിന്നർ മേടിച്ച് കഴിച്ചിട്ട് നാളെ ഏർലി മോർണിംഗിൽ മൂന്നാർക്ക് നമ്മൾ പോകും അല്ലേ ചേച്ചി? അപ്പം ഇവിടെ എന്താണെന്നറിയോ, സീസൺ അല്ലാത്ത കാരണം തീരെ തിരക്കില്ല. പിന്നെ ഇപ്പോൾ നടന്ന നാച്ചുറൽ കലാമിറ്റീസ് കാരണം ആളുകൾ അല്ലാണ്ട് വരുന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്കിപ്പോൾ ലീവിന് വന്നത് കൊണ്ട് നമുക്ക് സീസണെല്ലാം കണക്കന്നെ. ഇതാണ് നമ്മുടെ സീസൺ അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ സീസൺ ഇവിടെ അടിച്ചു പൊടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ പരിപാടി? ഇനി നമ്മൾ പോയിട്ട് റെസ്റ്റോറൻറ്റ് പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വരും അല്ലേ? ഐസി നീ ഉറങ്ങുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ, നമ്മളൊന്ന് വിട്ടാലോ? പോയിട്ടാലോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ വണ്ടിയിൽ നിന്ന് നിങ്ങളുടെ ഷൂസ് ചെരുപ്പെടുക്കാൻ പറയാൻ മറക്കരുത്. ഓക്കെ, വെയിറ്റ് പോലെ ഒരാൾ ഇങ്ങോട്ട് വാ. നമുക്ക് ഇപ്പോൾ തൽക്കാലം ക്യാമറ ഞാൻ ഓഫ് ചെയ്യണം. ഓക്കെ, കാരണം ഐസിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഐസിനെ ശരിക്കും കയറിയില്ലെങ്കിൽ അവൻ ഓടിപ്പോകും. ഐസി പക്ഷേ ക്യാമറ ഓഫ് ചെയ്യട്ടെ? നീ ആൾ ഡേഞ്ചർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ക്യാമറ ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് സാറാ. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റ് എവിടെയാടാ? ആ പുള്ളി പറഞ്ഞ ഏത് റെസ്റ്റോറൻറ്റാണ്? ജെന്നെ. ഇവിടെ റെസ്റ്റോറൻറ്റുകളെ കണ്ട് കുറേ, പക്ഷേ നമ്മളാവും പറഞ്ഞ റെസ്റ്റോറൻറ്റ് കാണുന്നില്ല. എനിവേ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി സാധനം മേടിക്കാം. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മതി അല്ലേ? ചിക്കൻ കറി വേണ്ട അല്ലേ റിസു? വെജിറ്റബിളാണ് ബെസ്റ്റ്. ഓക്കെ, എന്നിട്ട് അരുക്ക് നിൽക്കും, സൈഡൊക്കെ നിൽക്കും. നമ്മുടെ ഹോട്ടൽ ജെന്ന അവിടെ കാണുന്നുണ്ട്. റിസു റിസുവിൻ്റെ ബാക്കിൽ വാ, ബാക്കല്ലേ ഫ്രണ്ടിൽ വാ. ഇതാണ് നമ്മുടെ ജെന്ന. ഇവിടെ ഉണ്ടാവും. നേരെ ഈ പാർസലിൻ്റെ നോക്കാം. वेजिटेरियन चिली गोभी मंचूरियन पानी पट्टा നോർമൽ വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കും. ട്രൈ ചെയ്ത് നോക്കാം. നീ ഹോൾഡ് ചെയ്തു.
ക്ലോക്കാണ്. അതായത് ബേബീസിൻ്റെ ആ എടുത്തോക്കണം വീഡിയോ അതൊക്കെ പെൻസ്. അതെന്താണ് സാധനം എടുത്തു കൊണ്ടുപോകല്ലോ കുറച്ച് എന്താണ് ഇത്? എന്താ ഇത്? നൈസിനെ? എന്താണ് ഇത്? ആ? അതെന്താണ് നിന്റെ കയ്യില്? ചിക്കൻ. ചിക്കൻ? എന്ത് ചെയ്യും? അതിൽ ഈ സാധനം സ്പിൻ ചെയ്യേ. ഈ സാധനം ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കുക. അത് മറ്റേ നമ്മള് ഔത്ത് കളിക്കൂടെ അതാണ് ഫുട്ബോൾ. ഇതൊരു പെന്ന. അതൊക്കെ പെന്ന. കളർ പെൻസാ. അത് ചെറിയ കുട്ടിയാണ്. അത് മൂൺ ബോൾ. അത് നല്ല ഹൈ ഗ്രാവിറ്റി ബോൾ. കളല്ലേ ഇതെല്ലാം തുടങ്ങണം. പക്ഷെ അത് പ്രോബ്ലം ഈ ബോള് അത്ര ഹൈ ഒന്നും പോകില്ല. ഐസ്ക്രീമോ? എന്തൊക്കെയുണ്ട് ടൈപ്പ്? ചോക്കോബാർ ടൈപ്പ് और വാനില കോൺ ഐസ്ക്രീം. ചോക്കോബാർ കോഫി കോഫി ഒക്കെ ഷൂട്ട് ചെയ്യും. ഇതിലെന്താ വേണ്ടത്? എന്തെങ്കിലും ഐസ്ക്രീം ഉണ്ടോ? നല്ലൊരു ഐസ്ക്രീം. എന്താ ഐസ്ക്രീമാ വേണ്ടത്? ഒരു വാനില ഐസ്ക്രീം ആണ്. കോണാണോ വേണ്ടത്? കോൺ മതി. കോൺ മതിയോ? ഒന്ന് മാറി അതോ ചോക്കോബാർ മതി? ചോക്കോബാർ മതിയോ? മാറി 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 നാണ കോൺ ഹൈജക്ക് കോൺ വേണോ? മാംഗോ മാംഗോ. ഹൈജ നിങ്ങൾക്ക് കോൺ വേണോ? ഇതാണോ വേണ്ടത്? കോണാണോ വേണ്ടത്? ഏതാ വേണ്ടത്? എനിക്ക് കോൺ മതി. കോൺ കോൺ മതി. ഇന്ന് എല്ലാവർക്കും കോൺ. മാറി 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 എല്ലാവരും കോൺ മാറി മാറി പിടിച്ച് കോൺ. കുറേ മാസ്ക്. ഇതെന്താണ്? അതോ അത് കുക്കി ക്രീമാണ്. കുക്കി ക്രീമോ? അത് ഓക്കെയാണോ? ഓർക്കുമോ? അതില് പീനട്സ് നട്ട്സ് ഒക്കെ ഉണ്ട്. ഇത് ഡാമേജ് ആണ്. എന്താ? വാനില മേടിക്കാം. അതാ നല്ലത്. വാനില മേടിക്കാം. പക്ഷെ വേഗം നമുക്ക് പോകണം. 3 വാനിലാസ് മേടിച്ചിട്ടുണ്ട്. നിനക്കും ഐജിക്കും അമ്മച്ചിക്കും കിട്ടില്ലേ? കിട്ടില്ല. ഇത് 3 കോൺ ഐസ്ക്രീം. അത് ഇതിന്റെ മകളെവിടെയാ? അല്ല ഇത് മൊത്തം ഒരു തരുന്നല്ലേ പേ ചെയ്യുന്നത്? ആ അതെ. അപ്പം ഇതിന്റെ ബില്ലാണ്. ആ അത് ഇതൊരു കവറിൽ വേറെ തരും. ഹെവിയാണ് ഹെവിയാണ്.
നമ്മൾ വീട്ടിൽ പോകല്ലേ ഇയാർന്ന് മേടിക്കല്ലോ നമ്മൾ കാട് നമ്മുടെ ചെരുപ്പ് എടുക്കാണ്ട് ഇപ്പച്ച ആ മൂൺ ബോൾ ഇല്ലേ അത് നല്ല ബോളല്ല അത് മറ്റേ നെയ്ബർഹുഡിലൊക്കെ പോയാൽ അവർക്ക് അവർക്ക് ഡിസ്റ്റർബൻസ് വരും അതിനാണ് ആ ബോള് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരാത്തത് അപ്പോ ടൂറിസ്റ്റ് ഏരിയ ആകുമ്പോൾ അവർ മാക്സിമം ഫീസ് ചെയ്യും മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഓഫീസിനായതുകൊണ്ട് ഇവിടൊക്കെ മൗണ്ടെയിൻ ഉണ്ടാ ഇവിടൊക്കെ മൗണ്ടെയിൻ ഉണ്ടാ നമ്മളിവിടൊക്കെ മൗണ്ടൈൻ്റെ ഏരിയയാണ് ഇതൊക്കെ ഭാഗങ്ങളാണ് ഇതൊക്കെ ഇവിടെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയകളിൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകൾ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ താമസമായി ഇവിടെ ആളുകൾ അവരുടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കി അക്കോമഡേഷൻസ് ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ലോഡ്ജുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ടൂറിസ്റ്റുകളൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി ഇപ്പോൾ നോക്കി എത്ര റെസ്റ്റോറൻറ്റ്സ് ആണ് നാളെ നമ്മളെ ട്രിപ്പ് അപ്പോൾ നമുക്ക് വേഗം ചെയ്യണം വേഗം തിന്നണം പിന്നെ ഇത് കിടന്നുറങ്ങണം ആയോ രാവില്ലാത്തോണ്ടെന്നാ അടച്ചിട്ട് പോകാന്നുള്ളതെല്ലാം തേച്ച് സീസൺ അല്ലാത്തതുകൊണ്ട് ആൾ കുറവായിരിക്കും ചുമ്മാ ഇങ്ങനെ ഇരിക്കണ്ടേ ഗസ്റ്റുകളൊക്കെ കയറി വന്നാലല്ലേ ടൗണല്ലല്ലോ ഇപ്പം ഇതിപ്പോൾ അടിമാലി ടൗൺ അല്ലേ അല്ല ടൗണിൽ നിന്ന് മാറിയില്ലേ ഇത് കുറച്ചുകൂടെ ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ ഈ ഏരിയയിലൊക്കെ ഉണ്ട് അങ്ങോട്ട് മാറിയുണ്ട് പിന്നെ ഇങ്ങനെ കട കാണുമ്പോൾ വണ്ടി ഒതുക്കിയിട്ട് വരും എവിടുന്നാ വരുന്നത് മലപ്പുറം സീസൺ ആക്ച്വലി ഞങ്ങൾക്ക് വെക്കേഷന് വന്ന നാട്ടിൽ വന്നതാണ് ഞങ്ങൾ ദുബായിലാണ് അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ ഞാനൊരു കമ്പനിയിൽ മിക്കൻ്റെ ഒരു കമ്പനിയിൽ ഇവിടെ കേരളം വൈഫ് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല ചേച്ചി ഇവിടെ തന്നെ അവിടെ അബുദാബി അല്ലേ അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുള്ളല്ലേ റോഡിലും തുടർച്ചയായിട്ട് 2-3 ദിവസം വെയിലൊക്കെ ഉണ്ടായാലും പ്രോബ്ലം അവർക്ക് അവിടെ ജോലി ചെയ്യുന്നുണ്ടോ ഫാമിലിയൊക്കെ അവിടെ ഇല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ദുബായിൽ വരാം അവള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മാത്രമല്ല കണ്ട താമസം അവർക്ക് കുഴപ്പമില്ല അവിടുത്തെ പാല് കന്നാസിലല്ലേ പാല് കുപ്പിയിലും കിട്ടും പക്ഷെ അവിടുത്തെ പാല് ഭയങ്കര കൊഴുപ്പാണ് ആദ്യം എനിക്ക് അവിടുത്തെ പാല് നമ്മുടെ ഈ നാട്ടിലെ പാലിന്റെ ടേസ്റ്റ് അല്ല ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ മുട്ട കഴിച്ചിട്ട് അവിടുത്തെ നമ്മുടെ നാട്ടിലത് ശീലിച്ച ആളുകൾക്ക് ഭയങ്കര പാടാണ് എനിക്ക് നമ്മൾ ചായ ഉണ്ടാക്കി ഭയങ്കര കട്ടിയാണ് കാരണം നമ്മുടെ നാടൻ പശു അല്ലല്ലോ ഈ ഫോറിൻ അതായത് ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡിന്റെ ഉണ്ടാക്കുന്നത് എന്താ ക്രീം ഡോട്ട്
മധുരം വേണമല്ലോ അല്ലേ? മധുരം എനിക്ക് കുറച്ച് അത് ഒരുമിച്ചുണ്ടാക്കുകയാണ്. അത് പിന്നെ കുഴപ്പമില്ല. കുറച്ച് മധുരം വരും. അതിനും മധുരം വേണം. മധുരം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഗ്രീൻ ഡോട്ട് എന്താ? ഗ്രീൻ ഡോട്ട് വെള്ളം കുറച്ചായി എടുത്താൽ പോരെ? ഇത് പൂവായിരുന്നു. ആ അല്ല അപ്പം ഇപ്പോഴേ തേച്ച് വെച്ചാൽ ഇനി അതെല്ലാം ചാക്ക് കൊടുത്തിട്ട് വെച്ചിട്ട് ആ ചാക്കൊന്നേ പിന്നെ വെളുപ്പിനെ വന്ന് തുറക്കുകയും ചെയ്തു. കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് ചേട്ടൻ പിള്ളേരെ വീട്ടിലുണ്ട്. ഇളയ കൊച്ചിന് പനിയാണ്. അതുകൊണ്ടല്ലേ അതൊന്നും കാണുന്നതായിരുന്നു. നീ കുറച്ച് ഷോപ്പ് ചെയ്തു. ഈ കാക്ക് രാവിലെ കൊണ്ട് തന്നാൽ മതി. ആ അത് ഞാൻ ചേച്ചി അടച്ചു പോകണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അടയ്ക്കുള്ളൂ. നിങ്ങൾ ചേച്ചി എത്ര മണിക്ക് തുറക്കുന്നത്? വെളുപ്പിന് 5:30 ആ ഓർക്കിനോട്ട് തോന്നുന്നു. ഞാൻ രാവിലെ കൊണ്ടുവന്നേരാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം. ഒരു 9:15 ഓഫാകട്ടെപ്പാ. ഓഫ് ചാക്കട്ടെ. ഓഫ് ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മേടിച്ചു? ചപ്പാത്തി. നമുക്ക് ചായ ഫ്ലാസ്കിലാക്കി തന്നില്ലേ? നല്ല ആൻറ്റിയുടെ ഞാനിക്ക് കൊടുക്കണത് ആൻറ്റി കൊടുക്കണം. ആൻറ്റിക്ക് നമ്മൾ ചായ കുടിച്ചിട്ട് ആൻറ്റിക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ പത്തതാ. ആ ഓക്കെ ഓക്കെ ആ കുടിച്ചോ. പിന്നെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ ക്ലോസ് ചെയ്യാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇന്ന് കണ്ടു? നമ്മൾ ആദ്യം കലാംഖാൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ അടിമാലിയിൽ വന്നു. അടിമാലിയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ റൈക്കാക്കാനെ വിളിച്ചിട്ട് റൈക്കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ഫ്രണ്ടിനെ വിളിച്ചു. എന്നിട്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ലോഡ്ജിൽ നമ്മൾ സ്റ്റേ ചെയ്തു അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിന്നർ പോയി മേടിച്ചു. ഡിന്നർ മേടിച്ച് വരുമ്പോൾ നമ്മൾ ചേച്ചീൻ്റെ കടയിൽ കയറി 3 നല്ല ഫ്രഷ് ചായ മേടിച്ചു. നമ്മൾ കൊണ്ടുവരാൻ കപ്പില്ലാത്തതുകൊണ്ട് ഇല്ല, അല്ല പ്ലാസ്റ്റിക് അല്ല, നമുക്കൊരു ഫ്ലാസ്ക് ചേച്ചി തന്നു. നല്ല ചേച്ചി അല്ലേ? നല്ല ചോദിച്ചില്ല എൻ്റെ അടുത്ത്. നിൻ്റെ പേരൊക്കെ ചോദിച്ചില്ല ചേച്ചി? കൈസിൻ്റെ പേര് ചോദിച്ചോ ചേച്ചി? ആൻറ്റി ചോദിച്ച പേര് ചോദിച്ചോ? അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡിന്നർ കഴിച്ചു. ഫ്ലാസ്ക് ചേച്ചിക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു അല്ലേ? അപ്പോൾ ഇനി എന്താണ് പരിപാടി? ഇനി നമ്മൾ സ്ലീപ്പ് ചെയ്തിട്ട് ഇനി പറ. നാളെ മോർണിംഗിൽ നമ്മൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് നമ്മൾ പുറപ്പെടും അല്ലേ? ഓക്കെ. ഐസി റെഡി അല്ലേ നീ? അപ്പോൾ ഇനി എന്താ നമ്മുടെ ടീംസിൻ്റെ അടുത്ത് നമ്മൾ പറയേണ്ടത്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്താ പറയേണ്ടത്? പറ. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കരുത് അല്ലേ? മറക്കാൻ പാടില്ല. എന്താണ് മറക്കാൻ പാടില്ല എന്ന് പറയാം? കൈ മാറ്റി നീ. ഓക്കെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.